ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബദാം മിൽക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബദാം മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ബദാം വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും തൊലിയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തി എടുക്കണില്ല എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിലും തൊലി എളുപ്പത്തിൽ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 20 ബദാമൊക്കെ ഉണ്ടാവും. ഒരു 25-30 ഗ്രാം ആ ഒരു അളവിലാണ് ഉണ്ടായിരിക്കുക. ഇനി ഇതിൻ്റെ തൊലിയൊന്ന് ഞാനൊന്ന് മാറ്റിയെടുക്കട്ടെ. അപ്പോൾ നന്നായിട്ട് സോക്കായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ ബദാമിൻ്റെയും തൊലി ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിൽ അരച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പാൽ ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുക. ഞാനിത് ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക്, അതായത് ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതൊന്നാമത് വളരെ കുറച്ചൊരു അളവിലുള്ള, അപ്പോൾ ചെറിയ മിക്സിയുടെ ജാറിലായിരിക്കും പെട്ടെന്ന് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടുക. അപ്പോൾ പിന്നെ ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് പാൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണ്ട, അപ്പോൾ ഇത് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നല്ല പേസ്റ്റ് പോലെ തരികളൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കണം. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ്. അപ്പോൾ തരികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് അരിച്ചെടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ബദാം മിൽക്ക് കുടിക്കുമ്പോൾ അത്രയ്ക്കൊരു നന്നായിട്ട് വരില്ല, തരികളൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 1/2 ലിറ്റർ പാലെടുത്തത് നിന്ന് ബാക്കിയുള്ള പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാൽ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴായിരിക്കും ബദാം മിൽക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ. അതിനുശേഷം മാത്രം പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പാല് വറ്റി വരുമ്പോൾ ചെറിയൊരു സ്വീറ്റ്നെസ് വരുമല്ലോ ഇതിന്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ പഞ്ചസാരയുടെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ലിറ്റർ പാലിന് വേണ്ടിയിട്ട്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അളവിലുള്ളൊരു മധുരമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്നും കൂടി ഒന്ന് കുറുകി വന്നോട്ടെ. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ള് കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് സാഫ്രോൺ. ബദാം മിൽക്ക് എന്ന് പറയുമ്പോൾ ഒരു യെല്ലോ കളറിലായിരിക്കുമല്ലോ ഇരിക്കുക, അതുപോലെ സാഫ്രോണിൻ്റെ ഒരു ഫ്ലേവറും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുങ്കുമപ്പൂ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ്. അതുപോലെ കുങ്കുമപ്പൂ ചേർക്കുന്ന സമയത്ത് അളവ് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അളവ് കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവില്ല. അതുപോലെ ഒരുപാട് അളവിൽ കഴിക്കുന്നതും നല്ലതല്ല. അതിനുശേഷം നല്ലപോലെ ഇത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു യെല്ലോ കളറിൽ തന്നെ ഇത് വരും. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ബദാമിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരണം. പിന്നെ ബദാം മിൽക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് തിക്കായിട്ടൊന്നുമല്ല ഇരിക്കുക. ഈ ഒരു അളവിലുള്ള ബദാം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. നല്ല ടേസ്റ്റോടു കൂടി തന്നെ, നല്ല ഫ്ലേവറോട് കൂടി തന്നെ വരും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പോലെ തന്നെ ഒന്ന് തിക്കായിട്ട് തിളച്ച് കുറുകി തന്നെ വന്നിട്ടുണ്ട്. ഇത് മതി. ഇത് പിന്നെ നിങ്ങൾക്ക് തണുപ്പിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി വേണമെങ്കിൽ അങ്ങനെ കുടിക്കാം. പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാം. പക്ഷേ ഐസ് ക്യൂബ്സ് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഐസ് ക്യൂബ്സ് ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുടിക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെയാണ് ഞാനിത് സെർവ് ചെയ്യണത്. ഒരുപാട് തണുപ്പിച്ചെടുക്കണമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി നല്ല കളറിൽ വരും. എനിക്ക് തോന്നുന്നു ഈ പാത്രത്തിൽ, അതായത് സ്റ്റീൽ പാത്രത്തിലായ കാരണം അത്രയ്ക്ക് കളറ് മനസ്സിലാവണില്ല എന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇപ്പോൾ കളറ് കറക്റ്റ് മനസ്സിലാവുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാനിനി ഇതിപ്പോൾ ചൂടോട് കൂടി തന്നെയാണ് സെർവ് ചെയ്യണത്, തണുപ്പിച്ചെടുക്കണില്ല. അപ്പോൾ പ്രത്യേകിച്ച് മണ്ണിൻ്റെ ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മിൽക്കൊക്കെ കുടിക്കണ ആ ഒരു രീതിയിൽ തന്നെ കുടിക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ബദാം മിൽക്ക് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. മിൽക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.